സൂരജ്, നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത ഗതാഗതക്കുരുക്കിൻ്റെതാണ്. അത് കുതിരാൻ മുതൽ അങ്കമാലി വരെയുള്ള ഭാഗങ്ങളിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കുണ്ട് എന്നതാണല്ലോ. അത് തുടരുകയാണോ? അനുജ, വലിയ ഗതാഗതക്കുരുക്കാണ് ഈ മേഖലയിൽ തുടരുന്നത്. പ്രത്യേകിച്ച് ഈ ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന മേഖലയിലടക്കം വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്കുണ്ട്. പ്രത്യേകിച്ച് മഴ പെയ്തു കഴിഞ്ഞാൽ ഈ അടിപ്പാതയിൽ വെള്ളം ഒഴുകി പോകാത്തതാണ് പലപ്പോഴും ഇതിന് ഇടയാക്കുന്നത്, തടസ്സങ്ങൾക്കിടയാക്കുന്നത്. അത് പിന്നീട് കുഴികളായി രൂപപ്പെടുന്നു. വാഹനങ്ങൾ പോകാൻ പോലും കഴിയാത്ത സാഹചര്യമാണെന്നുള്ളതാണ് പറയുന്നത്. ഇതിപ്പോൾ ചേരുന്ന ഒരു ടോറസ് ഡ്രൈവറാണ്. അദ്ദേഹം പറയുന്നത് പാലക്കാട് നിന്ന് അങ്കമാലി വരെ ഒരു ടോറസ് ഓടിച്ചെത്തിക്കണമെങ്കിൽ 1500 രൂപയാണ് ഈ ലോറി കയറ്റിയിട്ടിരിക്കുകയാണ്. എന്താ അവസ്ഥ? എന്താ വണ്ടി ഓടിയിട്ട് ₹1 ബാലൻസ് ഇല്ല. അതായത് ഒരു ട്രിപ്പ് ഓടി ഇവിടുത്തെ 1500 ഡീസലുള്ള, പിന്നെ ടോൾ എടുത്ത് ഞങ്ങൾക്ക് വണ്ടി ഓടി ₹1 ബാലൻസ്. അതായത് ഹൈവേ അതോറിറ്റിയോട് ഞങ്ങൾ സ്ഥിരമായിട്ട് നിരന്തരമായിട്ട് ഞാൻ പറഞ്ഞ കേസാണ്. അതായത് റോഡും കാനും ഒരേ ലെവൽ വാർത്തക. ഇതിനെതിരെ ഒരു എഞ്ചിനീയർമാരും ഒരാളും അന്വേഷിക്കില്ല. അതായത് റോഡിൽ വെള്ളം കെട്ടി കിടന്നിട്ട് റോഡ് തകരാണ്. അതായത് കാനേക്കോടെ ഒരു തുള്ളി വെള്ളം പോണില്ല. കാനയ്ക്ക് ഹൈറ്റ് ഇല്ല, സ്ലാബും റോഡ്. അത് വലിയ ഗതാഗതക്കുരുക്കാണ്. അത് ഞങ്ങളിപ്പോൾ വണ്ടി കയറ്റിട്ട് അപ്പോൾ എൻ്റെ വണ്ടി കൂടി ഒരാഴ്ചയായി. എന്തുകൊണ്ട് നമുക്ക് പാലക്കാട് നിന്ന് അങ്കമാലി 4 മണിക്കൂർ, മുറ്റിന് 2.5 മണിക്കൂർ വണ്ടി 5 മണിക്കൂറാണ് ഇപ്പോൾ എത്തണമെങ്കിൽ. അപ്പം നമുക്ക് ഡീസൽ നഷ്ടവും ടോളും നമുക്ക് ₹1 വണ്ടിക്ക് ബാലൻസ് ഇല്ല. അതാണ് ഞങ്ങൾ വണ്ടി ഓടാറില്ല. അപ്പോൾ ഞാനൊക്കെ പട്ടിണി ഒരാഴ്ചയായിട്ട്. എന്താ ചെയ്യുക? നമുക്ക് ടോൾ കമ്പനിയിൽ പറഞ്ഞാൽ അവർ നമ്മൾ തല്ലാൻ നിൽക്കും. നമുക്ക് അവിടെ ടോളിൽ പ്രത്യേകം ടോളിൽ ഇപ്പം മലയാളികളായ ഒരു സ്റ്റാഫുകളില്ല, ഫുള്ള് ഹിന്ദിക്കാരാണ്. അവരുടെ എന്ത് പറയുന്നത് മനസ്സിലായി? ഹിന്ദിക്കാർ ചിരിക്കും. അവർക്കറിയോ കേരളം എന്താ റോഡെന്ന് അവർക്കറിയില്ല. അവർ കണ്ടിരുന്ന നാട്ടിൽ നിന്ന് ഒരു വർക്കിനെ ഹിന്ദിക്കാർ നമ്മൾ പറയാം. അവിടെ പറയാൻ പോയാൽ നമുക്ക് കേസ് എടുക്കും. മിണ്ടാണ്ട് പോവാം, നമ്മൾ മിണ്ടാണ്ട് പോയി കാശ് കൊടുക്കാൻ പോവാം. ഇതവസ്ഥ. ഹിന്ദിക്കാർ ഫുള്ള് പണിക്കാർ. ഇത് തന്നെയാണ്. അതായത് ഈ കുതിരാൻ മുതൽ അങ്കമാലി വരെയുള്ള വിവിധ മേഖലകളിൽ ഈ അടിപ്പാത നിർമ്മാണം നടക്കുകയാണ്. മണിക്കൂറുകൾ നീളുന്ന ബ്ലോക്കാണ്. ഈ കല്ലിടുക്കിലൊക്കെ ഇന്ന് 3 മണിക്കൂർ നേരമാണ് വാഹനം കടന്നത്. അവിടെ നിന്ന് കല്ലിടുക്ക് കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പുതുക്കാടുണ്ട്, അതോടൊപ്പം തന്നെ പേരാമ്പ്രയുണ്ട്. അങ്ങനെ തുടങ്ങി വിവിധ ഇടങ്ങളിൽ ഈ അടിപ്പാത നിർമ്മാണം നടക്കുന്ന മേഖലയിൽ, അത് അങ്കമാലിയിൽ നിന്ന് തൃശ്ശൂരിലേക്കുള്ള ട്രാക്കായാലും കുതിരാനിൽ നിന്ന് തൃശ്ശൂരിലേക്കുള്ള ട്രാക്കായാലും അവിടെയെല്ലാം തന്നെ ഗതാഗതക്കുരുക്കാണ്. ജനം അക്ഷരാർത്ഥത്തിൽ വലഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ശരി, മഴയും അടിപ്പാത നിർമ്മാണവുമാണ് ഈ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് കാരണമായത് എന്നതാണ്. മണിക്കൂറുകളായി അവിടെ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. കുതിരാൻ മുതൽ അങ്കമാലി വരെയുള്ള ഭാഗങ്ങളിൽ ഗതാഗതക്കുരുക്ക് മണിക്കൂറുകളായി രൂക്ഷമായി തുടരുന്നു എന്ന വിവരമാണ് സൂരജ് സജി നൽകി.